ഇച്ചു എന്തോ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ? നിന്നെ ഇഷ്ടമാണോന്നറിയും. അല്ല, ഇന്ന് വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ? അതിന് സോ വാട്ട് ഈസ് ലവ് അക്കോർഡിംഗ് ടു യു? നിനക്ക് എന്തോ തോന്നുന്നു ലവ് എന്തുവാണ്? അണ്ടർസ്റ്റാൻഡിങ്, റെസ്പെക്ട്. ഇച്ചുന എനിക്ക് ലവ് എന്ന് പറയുന്നത് ഇപ്പം കുഞ്ഞു പറഞ്ഞ പോലെ ലവ്, റെസ്പെക്ട്, കെയർ, സപ്പോർട്ട് എല്ലാം വേണം. ബട്ട് ലവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാൾ ഒരു സഹായം വേണം, നമ്മളോട് ചോദിച്ചില്ല, പക്ഷെ നമ്മൾ അവരറിയാതെ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവരുടെ ആ മുഖത്തുണ്ടാകുന്ന സന്തോഷമില്ലേ, അതല്ലേ ശരിക്കും ലവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവരോടുള്ള നമ്മളെ ആ ഇഷ്ടം നമ്മൾ അവരർഹിക്കാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുക്കുമ്പോഴാണ് ഒരു ശരിക്കുള്ള ഒരു എന്താ പറയുന്ന ഒരു ലവ് ക്രിയേറ്റ് ആകുന്നത്. പക്ഷെ അത് എല്ലാവരിലും കാണാൻ പറ്റും. ചിലവരിൽ കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ യേശുപ്പച്ചനെ ഒന്ന് ഓർത്ത് നോക്ക്. പുത്രന്റെ രൂപത്തില് ഇവിടെ ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി രോഗമൊക്കെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റു. ഇതെല്ലാം ദൈവം ചെയ്യുന്നതും ബാക്കിയുള്ളവരുടെ മുഖത്ത് ഓക്കെ എന്നെ മരണപ്പെട്ടവൻ തിരിച്ചു വന്നപ്പം ആ സഹോദരന്മാരുടെ മുഖത്തുള്ള സന്തോഷം, അല്ലെങ്കിൽ വസ്ത്രത്തെ തൊങ്കൽ തൊട്ടപ്പോൾ സൗഖ്യമായെന്ന് പറഞ്ഞപ്പോൾ ദൈവം തിരിഞ്ഞു നിന്നിട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഓക്കെ ഒരാൾ സൗഖ്യമായി പോട്ടെ ഞാൻ സൗഖ്യമാക്കാനാ വന്നേന്ന് പറഞ്ഞു പോയില്ല. ദൈവം എന്താ ചെയ്തത്? തിരിഞ്ഞു നിന്ന് ചോദിച്ചു. കാരണം എന്താണ്? ആ സന്തോഷം കാണാൻ വേണ്ടിയല്ലേ. അപ്പം ശരിക്കും ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പോലെ ദൈവത്തിനറിയാം. ദൈവത്തെ തള്ളിപ്പറയും, കള്ളന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും, എല്ലാം ദൈവത്തിനറിയായിരുന്നു. പക്ഷെ ദൈവം എന്താ വിചാരിച്ചത്? എനിക്ക് അല്പസമയം ഈ ലോകത്തുണ്ടെങ്കിൽ ആ അത്രയും സമയം എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവർക്ക് വേണ്ടത് ചെയ്യുക. ശിഷ്യന്മാരലഞ്ഞപ്പോ അവിടെ ചെന്നിട്ട് മീൻ പിടിച്ചപ്പോ അവരുടെ സന്തോഷം കണ്ടപ്പോൾ ദൈവവും അവരുടെ കൂടെ സന്തോഷിക്കുമായിരുന്നു. അതല്ലേ ശരിക്കുള്ളൊരു ലവ്. ഇതൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് എൻ്റെ പല കാര്യങ്ങളും ഞാൻ ഓർക്കും. അപ്പൊ ഈ വീഡിയോ കാണുന്നവരടുത്ത് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, യേശുപ്പച്ചൻ എന്നെയോ നിന്നെയോ മാത്രമല്ല സ്നേഹിച്ചത്, ഈ ലോകത്തുള്ള എല്ലാ ജീവനുള്ള ഇതിനെയും ദൈവം ഒരേപോലെ സ്നേഹിച്ച്, അതേപോലെ തന്നെ നമ്മൾ തമ്മിൽ ഒരേ സ്നേഹത്തോടെ ഒരേപോലെ വാശിയില്ലാതെ തമ്മിലൊരു ഈഗോ ക്ലാഷ് ഇല്ലാതെ, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചില്ല എന്ന് വരാതെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾക്ക് തിരിച്ച് ഒരു സ്നേഹം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഇനിയൊരു കാര്യം, ദൈവം സ്നേഹിച്ചത് നമ്മളെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി. അതെ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഗോഡ് ബ്ലെസ് യു ആൾ.